ഇനി ഈ കയറ്റം കയറി കഴിഞ്ഞ് ഇതുപോലൊരു ഇറക്കം. അടിപൊളി. നമുക്കിനി പാറയുടെ ഇടയ്ക്കൂടെ നടന്നങ്ങ് അപ്പുറത്ത് പോകണം. വലിയ ഗുഹയൊന്നുമില്ല, അത് ചെറിയൊരു ഗുഹ. ആഹാ അടിപൊളി, നല്ല അടിപൊളി. കണ്ടു നോക്കടാ, ഇവിടെ പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനുള്ളത് ഫാർ നോർത്തിലാണ്. റിജോയുടെയും ജോബി ഫിഷിൻ്റെയും ഒക്കെ കൂടെയാണ്. അവരുടെ ഒരു സീക്രട്ട് സ്പോട്ടിലോട്ടാണ് ഞങ്ങൾ ഇന്ന് ഫിഷിങ്ങിന് പോകുന്നത്. അപ്പോൾ ലോട്ടയുടെ കഴിഞ്ഞു. നിങ്ങൾ ഈ കാണുന്നുണ്ടോ ഈ മല കയറി ഇറങ്ങിയാണ് നമ്മൾ താഴെ ഇറങ്ങിയേക്കുന്നത്. പിടിച്ചോണ്ട് പോയത് ഇതാണ് നമ്മുടെ ജോബിഷ്. നമുക്ക് മിച്ചമുള്ള മീനുകളെ നമസ്കാരം. ജോബിഷിനോടൊക്കെയാണ് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയത്. നമ്മൾ ഇവിടെ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഫിഷിങ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥ, ശാന്തമായ കടൽ. മീൻ കിട്ടുമോ ഇല്ലെന്ന് കൂടെ അറിഞ്ഞാൽ മതി. ബാക്കി എങ്ങനെയുണ്ടപ്പം? സെറ്റ് നമ്മൾ പിടിക്കുക. റിജോയുടെ ജോബിഷിൻ്റെ ഒക്കെ സീക്രട്ട് സ്പോട്ടാണ്. ആർക്കും പറഞ്ഞിട്ടില്ല. ഇവിടെ വളരെ രഹസ്യങ്ങളെ കണ്ണടച്ചാണ്. ഇതിന്റെ പേര് പറ. ക്രിസ്റ്റോ. ആൽബൻ, ഏബൻ, ഹായ് പറഞ്ഞേ. ഏബനുണ്ട്, ആൽബനുണ്ട്, ഈതൻ. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ഫിഷിങ്ങിന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ നമ്മളുള്ളത് പറഞ്ഞ പോലെ ഫാർ നോർത്തിലാണ്. കേരി റിജോയുടെ വീട്ടിലാണ്. ജോബിഷിൻ്റെ രാവിലെ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് ക്ലൈമറ്റൊക്കെ നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ക്ലൈമറ്റാണ്. സ്പെഷ്യലി നമ്മൾ പിള്ളേരെയും കൊണ്ട് ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് നല്ല സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്തോട്ട് നമ്മൾ പോകാറുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വെതറൊക്കെ ചെക്ക് ചെയ്തു. ഇന്ന് ലോ ടൈഡാണ് അവിടെ കാണിക്കുന്നത്. വിണ്ടും വളരെ കുറവാണ്, അതുപോലെ തന്നെ സണ്ണിയുമാണ്. അതുകൊണ്ട് ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്. ഇനി അവിടെ ചെന്ന് മീൻ വല്ലതും കിട്ടുമെന്നുള്ളതാണ്. നോർത്ത് ലാൻഡിലോട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്കിതുപോലെ ഭൂപ്രകൃതി നല്ലൊരു ആസ്വദിക്കാൻ പറ്റും. ഒരു വീട് കഴിഞ്ഞ് കുറേ ഏരിയ കഴിഞ്ഞിട്ടാണ് അടുത്ത വീട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കടലും കാണാൻ ഇവിടെ നിന്നുണ്ട്. ഇവിടെ കൂടുതലും മലകളൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ കൊന്ന് കയറി ഇറങ്ങുന്ന സമയത്ത് നല്ല വ്യൂ ആണ് കിട്ടുന്നത്. കടലൊക്കെ നല്ലപോലെ കാണാം. അത് കഴിഞ്ഞ് അവിടെ കുന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്കിതുപോലെ നല്ല വ്യൂകളുണ്ട്. നമ്മൾ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മല കയറാൻ പോവുകയാണ്. ഈ ഒരു മല കയറി ഇറങ്ങണം നമ്മൾ താഴെ, എന്നാലേ നമ്മുടെ സ്പോട്ടിലോട്ട് ചെല്ലത്തുള്ളൂ. അല്ല, എന്നെ കൊണ്ട് നിങ്ങൾ ആദ്യം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, ഓർക്കുന്നോ? അതിനുശേഷം നമ്മളൊന്നിച്ച് വന്നിട്ടില്ല. പിന്നെ കരിമല കയറ്റം കഠിനമെന്നയ്യപ്പ. നാട്ടുകാരായി ഇനി ഈ കയറ്റം കയറി കഴിഞ്ഞ് ഇതുപോലൊരു ഇറക്കം. ഇതെല്ലാം കഴിഞ്ഞ് ഇതുപോലെ തിരിച്ചു വരാനുള്ള പറഞ്ഞാണ്. അവിടെയാണ് നമ്മുടെ പിടി വിടുന്നത്. ജോയിഷിന്റെ എല്ലാ പോക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. ഒരിടത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ 2 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ അടുത്ത് പോകും. മീൻ ഏറ്റവും കൂടുതൽ നന്നാണ് നമ്മൾ വരേണ്ടത്. എടാ നീ അതൊരു നിന്റെ വയറ് കുറയ്ക്കാൻ നോക്കുന്നില്ലേ? വടവയറ് കുറയ്ക്കാൻ ഞാനൊക്കെ 30 വയസ്സായപ്പോൾ ഇച്ചിരി വയറ് കണ്ടു തുടങ്ങി. അവനൊക്കെ 3-ാം വയസ്സ് വയറ്. ഒരു പുള്ളി അതിലേ ചാടി. ഇത് തള്ളെല്ലാം തള്ളിയിട്ട് അവസാനം അതിലേ ചാടി. നമ്മളെല്ലാ കാര്യത്തിലും എക്സ്പേർട്ട് അല്ലേ? പിന്നെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഡീസൻ്റ് ആയിട്ട് നല്ല സാധനത്തിൽ പിടിക്കും. മല കയറി ഇറക്കി പോകുന്നുണ്ട്. സമ്മതിക്കണം അല്ലേ? എന്തൊരു ആവശ്യം സമ്മതിക്കും. നമ്മുടെ നാട്ടിൽ കളിച്ചിട്ട് ചെളിയും ഒഴുകി വെള്ളം ഒഴുകി കുഴിയായിട്ട്. അല്ല, ഒരു സ്റ്റെപ്പ് മുഴുവൻ തടിയും കൊണ്ടാണേ. തടി പോകത്തില്ല. ഇതുണ്ട്, തടി കൊണ്ടുള്ള സ്റ്റെപ്പാ. അവസാനം നമ്മൾ മല കയറി ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട്.
വെള്ളമൊന്നും അത്ര ഇറങ്ങിയിട്ടില്ല കേട്ടോ സുജു. ഓ ഹിമാലയത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അടിപൊളി. ഇനി നമുക്ക് നടന്നുകൊണ്ട് അങ്ങ് കാണുന്ന മലയുടെ അപ്പുറത്ത് പോകണം. ആ കല്ലിൻ്റെ സൈഡിൽ കൂടെ നടന്ന് നമ്മൾ ഈ മലയാണ് കയറി ഇറങ്ങിയത്. ഈ മലയുടെ അങ്ങേ സൈഡിൽ നിന്ന് കയറി ഈ മലയുടെ മേളിൽ വന്ന് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഇത് കുറച്ചുകൂടെ നടക്കാനുണ്ട്. പിന്നെ ഒരു അടിപൊളി അഡ്വഞ്ചർ ഫിഷിംഗ് ആണ്. നമുക്ക് ഈ നടന്നിങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടെ നടന്നിട്ട് അങ്ങ് അപ്പുറത്തേക്ക് എത്തണം. ഇപ്പോൾ ലോ ടൈഡ് ആയതുകൊണ്ട് വെള്ളം എല്ലാം ഇറങ്ങി കിടക്കുക. നമുക്ക് പേടിക്കാനൊന്നുമില്ല. വേറെ കുറച്ച് പേര് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്. അവർ അങ്ങേ സൈഡിലോട്ട് പോയി. ഇതാ വാ. അപ്പൊക്കെ സ്ഥിരം ഇവിടെ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് അപ്പ ഫാസ്റ്റിൽ പോന്നേ. സൈഡിൽ കൂടെ പോടാ. ഗുഹയല്ലടാ, അത് ചെറിയ ഇതാടാ. അതിനകത്ത് മീനുണ്ടോ നോക്കണം. ചിലപ്പോൾ വല്ല മീൻ ഒന്നും വല്ലതും പെട്ട് കിടപ്പുണ്ടെങ്കിൽ എടാ ഇങ്ങോട്ട് കയറ്. വെള്ളത്തിൽ നനയാ. ഓ നമുക്ക് മുമ്പ് ആൾക്കാരോട് വന്ന് ഫിഷിങ് തുടങ്ങി കഴിഞ്ഞു. വെള്ളം നല്ല ക്ലിയർ വെള്ളമാണ്. നമുക്ക് അടിച്ചിട്ടൊക്കെ നല്ലൊരു കാണാം. സീവീഡ്സ് ഒക്കെ ഇഷ്ടം പോലെ. ഹൈ ടൈഡ്. ഇപ്പം ലോ ടൈഡ്. അപ്പം വെള്ളം ഇറങ്ങി. അപ്പോൾ ഇവിടെ ഫുൾ വെള്ളം. അതാ ഈ വെള്ളം ഇവിടെ കിടക്കുന്നത്. അവിടോ അത് ചെറിയ എന്തോരും ആയിരിക്കണം. അതൊക്കെ നോക്കി ഇറങ്ങി ബാലൻസ് ചെയ്ത് പോടാ. ഇത് വലിയ ഗുഹയൊന്നുമില്ല, അത് ചെറിയൊരു ഗുഹ. ആഹാ അടിപൊളി. അല്ല അടിപൊളി. കണ്ടു നോക്കടാ. ഏത് ഓ ഞങ്ങളിവിടെത്തി. ഓ നമുക്ക് മുമ്പ് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ജോഷേ എന്തോയി? ഓ ഇവിടെ പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. സ്നേഹിക്കാൻ വന്നു. അവൻ സ്നേഹിക്കാൻ വന്നു. ആൽബിനെ അതിന് ഇഷ്ടപ്പെട്ടെ. അതിനെ തൊട്ടാൻ വേണ്ടിയാടാ. അവരുടെ പട്ടിയാ. പഞ്ഞ ഉടുപ്പൊക്കെ ഇരിക്കുക. ഓ ബെൽറ്റിന്റെ പേര് റിജോ. അതിന്റെ ടാഗ് ഒക്കെ പ്രൈസ് ടാഗ് പൊട്ടിക്കാ. പുതിയ റോഡാ റിജോയുടെ. പ്രൈസ് ടാഗ് പോലും ഇതുവരെ കളഞ്ഞിട്ടില്ല. ഉദ്ഘാടനം ഇന്ന് ഉദ്ഘാടനം. നമ്മള് ബേർലി കേൾക്കാമോ? ബേർലി നമ്മളെ അറിയും എല്ലാം ഇവിടെ വന്ന് വീഴണം. അതെ അതിനുള്ള നമ്മളെ ബേർലി കേൾക്കാനുള്ള ചാക്ക് എടുക്കാൻ പറ്റും. നമ്മൾ വന്നിട്ടുണ്ടെന്ന് അറിയാൻ. അതിന് വരെ ഇപ്പൊ തൽക്കാലം നമുക്ക് ഇതേ അഡ്ജസ്റ്റ് ചെയ്യാം. സുജി അവിടെ ചില ഓടിക്കും. ഈ വർഷം സ്ട്രോബെറി നമ്മൾ ബേർലി കലക്കി. നമ്മളെല്ലാം സ്കാച്ച് ചെയ്തു. ഇനിയിപ്പം ഇതോടെ ഉള്ളൂ. അത് കുഴപ്പമില്ല. അതവിടെ വന്നു. അങ്ങനെ ജോബിഷിൻ്റെ സോസേജ് പോയി. ഇന്ന് ഫസ്റ്റ് മീൻ പിടിക്കുന്നവർക്ക് വൈകിട്ട് ബാർബിക്യൂവിൻ്റെ സ്പെഷ്യൽ സോസേജ് ഉള്ളതാണ്. പട്ടിക്ക് കൊടുക്കണ്ടോ? നമുക്ക് കിട്ടുന്ന മീനുകളിൽ നമ്മൾ ലീഗൽ സൈസിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. അല്ലാത്തതിനെല്ലാം നമ്മൾ തിരിച്ച് റിലീസ് ചെയ്യുന്നുണ്ട്. സോസേജ് റോൾ കിട്ടുന്നുണ്ട്. ഞാൻ ഫസ്റ്റ്, മാത്തു സെക്കൻഡ്, ഇപ്പൊ ഏബൻ തേർഡ്. നമുക്ക് ക്രിസ്റ്റോ ഉണ്ട് ഇവിടെ. ഫസ്റ്റ് മീൻ കിട്ടി. നോക്ക് ക്രിസ്റ്റോ ഫോർത്താ. ക്രിസ്റ്റോ ഫോർത്താ. ഞാൻ ഫസ്റ്റ്, മാത്തു സെക്കൻഡ്. ഓ ഇതിനൊരു മീനെ കിട്ടിയിട്ടുണ്ട്. ചുറ്റടാ ഫാസ്റ്റ്. എന്ത് എവിടാ
എവിടാ മീനൊന്നും ഇല്ല. നോക്കുന്ന ഫിഷാ. നല്ല സ്നാപ്പറാണ്. Wow, and the big snapper kitty. Good job. Just chunk him off. ഇവിടെ mullet. Do you want one? Put it in. Come on, boy. Hello, bigger, Baba. No, but bigger. നല്ലൊരു സ്നാപ്പറായിട്ടുണ്ട്, ലീഗൽ സൈസ്. Yeah, നമുക്ക് keep 30 centimeters. ഓ, ഇതിനിടെ ക്യാമറമാൻ ഈതനാണ് ഇനി ഇപ്പം മീനെ പിടിക്കുന്നത്. താത്തിട്ട് മേലോട്ട്. ആ, താഴെ എന്നിട്ട് മേലോട്ട് വലി. ആ, എന്നിട്ട് താഴെ എന്നിട്ട് വലി. ഓ ആ, ഒന്നുകൂടെ. ഓക്കെ. ഓ, റിജ വലുത് പറഞ്ഞ കേട്ടോ, തോന്നുന്നു. ആ, കാണുന്നില്ല. ഓ, കഹവായി. അയ്യോ, ട്രവേലി. വാ ട്രവേലി. കളയരുത്. ഓ, മാറി. ഇങ്ങനെ. ഓ, ട്രവേലി. ഇത് അത്യാവശ്യം നല്ല സൈസുള്ള ട്രവേലി കേട്ടോ. Trevally. Yes. ഇത് മിസ്സേ പോടാ. അത് ചെറുതാടാ, അതിനെ റിലീസ് ചെയ്തേരാ. സ്മോൾ വൺ റിലീസ് ചെയ്ത്. ഇതിലേ വാ ചോദിച്ചേ. അങ്ങനെ നമ്മുടെ മീൻപിടുത്തം അതിഗംഭീരമായിട്ട്. മീൻപിടുത്തം ഒരു കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. മീനും കിട്ടി, എന്റർടൈൻമെന്റ് കിട്ടി. സന്ധ്യ ആകുന്നതിന് വീട്ടിലും പോകുന്നു. നീ വൈകിട്ട് പോയി ഒരു ബാർബിക്യൂ പാർട്ടി, തുള്ളി കട്ടൻ ചായ വൈകിട്ട്. അതോടെ സെറ്റ്. അതോടെ ഇന്നത്തെ പരിപാടി കലാശക്കോട്ടയായി. അത് ഞാൻ എടുത്തോളാം. എൻ്റെ താങ്ക് യു. നമ്മുടെ വേസ്റ്റ് എല്ലാം കൊണ്ടുപോകാം. ഇവിടെ നമുക്ക് വേസ്റ്റ് കളയാൻ പാടില്ല. വേസ്റ്റ് എല്ലാം നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകണം. കടലിൽ കൊടുത്തല്ലോ അല്ലേ? വെയിറ്റ് വെയിറ്റ് ഉണ്ട്. ഇതോ ഇങ്ങോട്ടൊന്ന് നോക്കി എന്തോലും ഉണ്ട്. നമ്മളൊന്നും വിട്ടുപോയില്ലേ മീൻ? അത് നമ്മുടെ നമ്മുടെ സാധനം നീ കണ്ടു, നീ എല്ലാം കാണും. നീ കാണാത്ത എന്തോരം അവനെല്ലാം കാണുന്നുള്ളു. പക്ഷേ അപ്പോൾ ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞ് ഞങ്ങൾ വേറെ വീട്ടിലോട്ട് പോയിട്ട് പോയി. ഇനി മല കയറി ഇറങ്ങണം. അത് ശരി. ഇതിനു മുമ്പ് എടാ ഇത് ഇവിടെ ഡേഞ്ചർ ഏരിയ അല്ലടാ ഇത്. വെള്ളം കയറി തുടങ്ങി കേട്ടോ ചെറുതായിട്ട്. മൂടി ഇവിടെ. ഒരു വട്ടം ഞാൻ ഇതിന്റെ സൈഡിൽ മുകളിൽ കൂടെ കയറിയ പോയി. അങ്ങനെ കയറി നമ്മളും പോയ ഈ ഏരിയ മുഴുവൻ വെള്ളം കയറും. ഇവിടെ എല്ലാം കവറാവും ഹൈറ്റ് ആയിട്ടാകുമ്പോഴത്തേക്കും. ഇന്നത്തെ ഫിഷിംഗ് എങ്ങനെ ഉണ്ടായിരുന്നാ ടേബിൾ? സമയം അങ്ങ് പോയി, അറിഞ്ഞില്ല. മണിക്കൂർ നാലഞ്ച് പോയത് അറിഞ്ഞില്ല. ഈ മഴയാണ് നമ്മൾ ഇനി ഫുൾ കയറി ഇറങ്ങേണ്ടത്. ഇത് കയറി അപ്പുറത്തെ സൈഡിൽ ഇറങ്ങണം. പക്ഷേ നാളെ രാവിലെ വിട്ടാലോ അടുത്ത്. ഇങ്ങോട്ട് വരുമ്പോ ഇത്ര പ്രയാസമില്ലായിരുന്നു. അയ്യോ, തിരിച്ച് കയറുമ്പോഴാണ് പ്രയാസം. ഇങ്ങോട്ട് വരുമ്പോ ഇറങ്ങാൻ വലിയ പ്രയാസമില്ലായിരുന്നു. അതെ, ഫിഷിങ്ങിന്റെ എക്സൈറ്റ്മെന്റ് കാരണം അറിഞ്ഞില്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.